കയ്യിലെ ഫോണും പിടിച്ച് ബദ്രി പതുക്കെ താഴേക്കിറങ്ങി അമ്മയുടെ മുറിയിലെ വാതിൽ തുറന്നു. മെയെക്കുറിച്ച് അമ്മയോട് എങ്ങനെ സംസാരിക്കും, അമ്മ ഇത് എങ്ങനെ ഉൾക്കൊള്ളും എന്ന ചിന്തകളിലായിരുന്നു അവൻ. ഭവാനി അമ്മ കട്ടിൽ ഒരു വശത്തേക്ക് ചെരിഞ്ഞു കിടക്കുകയാണ്. ബദ്രി പതുക്കെ അവരെ നോക്കി വിളിച്ചു, അമ്മ. അവൻ പതുക്കെ അവരുടെ തോളിൽ പിടിച്ചു ഒന്നും കൂടി അരികിലേക്ക് നീങ്ങി നിന്നു. എന്നാൽ ഭവാനി അമ്മയിൽ യാതൊരുവിധ അനക്കവും ഇല്ലായിരുന്നു. ശരീരം വല്ലാതെ തണുത്തു വിറക്കുന്നത് പോലെ അവന് തോന്നി. വല്ലാത്തൊരു ഭയം ബദ്രിയെ ഉള്ളിലേക്ക് ഇരിച്ചു കയറി. അവൻ ഒന്നുകൂടി ഉറക്കെ വെപ്രാളത്തോടെ പലതവണ ഭവാനി അമ്മയെ വിളിച്ചു നോക്കിയെങ്കിലും അവരുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല. അവർ ബോധരഹിതയായി കഴിഞ്ഞിരുന്നു. ബദ്രി ഒട്ടും സമയം കളയാതെ അമ്മയും താങ്ങി പിടിച്ച് വേഗം കാറിലേക്ക് കയറ്റി ആശുപത്രിയിലേക്ക് പാഞ്ഞു. പോകുന്ന വഴിക്ക് തന്നെ അവൻ വിറക്കുന്ന കൈകളോടെ വേണുമാമനെ ഫോൺ വിളിച്ച് വിവരം അറിയിച്ചു. ബദ്രി അമ്മയുമായി ആശുപത്രിയിലെത്തിയപ്പോഴേക്കും വിവരമറിഞ്ഞ് വേണുവും സൗമ്യയും വല്ലാതെ പരിഭ്രാന്തരായി അവിടേക്ക് ഓടിയെത്തിയിരുന്നു. ആശുപത്രിയുടെ ICUയുടെ ഡോറിനു സമീപം എന്ത് ചെയ്യണമെന്നറിയാതെ ബദ്രി തകർന്നു നിന്നു. ICUവിൻ്റെ കതക് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നതും ബദ്രിയും വേണുവും വേഗം അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ഡോക്ടർ ബദ്രിയെ നോക്കി പറഞ്ഞു, ഭയപ്പെടാനൊന്നുമില്ല കേട്ടോ, എങ്കിലും അവസ്ഥ അല്പം സീരിയസ് തന്നെയാണ്. ഇതിനു മുൻപ് അമ്മ ഇവിടെ വന്നപ്പോഴും ഞാൻ അമ്മയോട് പറഞ്ഞതായിരുന്നു നല്ലൊരു കാർഡിയോളജിസ്റ്റിനെ കാണിക്കണമെന്ന്. അന്ന് വന്ന് ECG എടുത്തപ്പോൾ തന്നെ അതിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇവിടേക്ക് എത്തിച്ചത് വലിയൊരു ഭാഗ്യമായി, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോയേനെ. അത്രയും പറഞ്ഞ് ഡോക്ടർ ബദ്രിയുടെ തോൾ തട്ടി പതുക്കി ആശ്വസിപ്പിച്ചു. ഇപ്പോൾ പേടിക്കേണ്ട സാഹചര്യമില്ല. ഇന്ന് രാത്രി ഒബ്സർവേഷനിൽ തുടരട്ടെ. നാളെ മെയിൻ ഡോക്ടർ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറയാം. ഡോക്ടറുടെ വാക്കുകൾ കേട്ട് ബദ്രിക്ക് ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും അമ്മ തന്നോട് ഈ കാര്യങ്ങൾ മറച്ചുവെച്ചു എന്ന കാര്യം അവനെ വല്ലാതെ വിഷമിപ്പിച്ചു. താൻ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന ഭയം അവൻ്റെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു. കണ്ണുകൾ ചുവന്നു തുടുത്തിരുന്നു. നെഞ്ചു പൊട്ടി നിൽക്കുന്ന മകനെ കണ്ടതും വേണുവിൻ്റെ ഉള്ളം പിടഞ്ഞു. അദ്ദേഹം പതുക്കെ ബദ്രിയുടെ അരികിലേക്ക് ചെന്ന് അവൻ്റെ തോളിൽ കൈവച്ചു. നീ വിഷമിക്കാതിരിക്കുമോനെ, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, വേണു ആശ്വസിപ്പിച്ചു. ബദ്രി പതിഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞു, വേണുമാമേ, എൻ്റെ അമ്മ എന്നോട് ഇതൊന്നും പറഞ്ഞില്ലല്ലോ. ഞാനിതൊന്നും അറിഞ്ഞിരുന്നില്ലല്ലോ മാമ. അറിഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കാതിരിക്കുമോനെ, കഴിഞ്ഞത് കഴിഞ്ഞു. വേണു അവനെ ചേർത്ത് പിടിച്ചു. കുറച്ച് സമയം രണ്ടുപേരും മൗനമായി നിന്നു. അതിനുശേഷം വേണു പതുക്കെ ബദ്രിയുടെ മുഖത്തേക്ക് നോക്കി താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, നിന്നെക്കുറിച്ചാ മോനെ ഏതു നേരവും അവളുടെ ചിന്ത. നിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്തണം, അതാണിപ്പോൾ അവളുടെ ടെൻഷൻ. മോനിക്ക് അതിൽ ചെറിയൊരു എതിർപ്പുണ്ട് എന്ന് അവൾ എന്നോട് പറഞ്ഞിരുന്നു. മോനെ, അതിനെക്കുറിച്ചോർത്ത് നീ ഇനി വിഷമിക്കേണ്ട. അവൾക്ക് ആ കുട്ടീനെ അത്രയ്ക്കും ഇഷ്ടമായിരിക്കണം. ബദ്രി അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ ICUവിൻ്റെ മുന്നിൽ കസേരയിൽ ചാരി കണ്ണടച്ചിരുന്നു. പിറ്റേന്ന് രാവിലെ ഭവാനി അമ്മയെ നോക്കുന്ന പ്രധാന ഡോക്ടർ റൗണ്ട്സിനായി എത്തി. പരിശോധനകൾക്ക് ശേഷം അദ്ദേഹം പുറത്തേക്ക് വന്ന് ബദ്രിയോടും വേണുവിനോടായി കാര്യങ്ങൾ സംസാരിച്ചു. ഇപ്പോൾ പേടിക്കേണ്ട സാഹചര്യമൊന്നുമല്ല കേട്ടോ, എങ്കിലും നമ്മൾ ഇനി മുതൽ നന്നായി ശ്രദ്ധിക്കണം. ഹാർട്ടിൽ ചെറിയൊരു ബ്ലോക്കുണ്ട്, ഡോക്ടർ ഗൗരവത്തോടെ പറഞ്ഞു. ഡോക്ടർ കൂടുതൽ ഊന്നി പറഞ്ഞത് ഭവാനി അമ്മയുടെ മാനസികാവസ്ഥയെക്കുറിച്ചായിരുന്നു. അമ്മയെ ഇനി ഒരു കാരണവശാലും കൂടുതൽ ടെൻഷൻ അടിപ്പിക്കരുത്. ഒരുപാട് വിഷമങ്ങളോ മാനസികമായ സമ്മർദ്ദങ്ങളോ ഉണ്ടായാൽ ഇനിയും ഇതുപോലെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവരെ എപ്പോഴും നന്നായിട്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം. ടാബ്ലറ്റുകൾ ഒട്ടും മുടങ്ങാതെ കൃത്യസമയത്ത് തന്നെ കൊടുക്കണം. വീട്ടിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാം, കുറച്ച് നേരമൊക്കെ നടക്കാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ മനസ്സിനൊരു ഭാരവും കൊടുക്കരുത്. ഡോക്ടറുടെ വാക്കുകൾ കേട്ട ബദ്രിയുടെ മനസ്സ് ഒന്നുകൂടി പിടഞ്ഞു. ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഭവാനി അമ്മയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ ഡോക്ടർ അവരെ ഡിസ്ചാർജ് ചെയ്തു. എല്ലാവരും കൂടി അവരെയും കൂട്ടി തിരികെ വീട്ടിലേക്ക് മടങ്ങി. വീട്ടിലെത്തിയ ഭവാനി അമ്മയെ മുറിയിൽ കിടത്തിയ ശേഷം ബദ്രി പതുക്കെ അമ്മയുടെ അരികിലേക്ക് ചെന്നു. അവൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സങ്കടവും പരാതിയും ഉണ്ടായിരുന്നു. അവൻ അമ്മയുടെ അടുത്തിരുന്ന് കൈകളിൽ പിടിച്ച് പതുക്കെ ചോദിച്ചു, അമ്മ, ആ ECG എടുത്ത കാര്യം എന്താ എന്നോട് പറയാതിരുന്നത്? എന്നോടൊരു വാക്ക് പറയായിരുന്നില്ലേ? ഭവാനി അമ്മ ഒരു ചെറിയ കുസൃതി ചിരിയോടെ കൊച്ചുകുട്ടികൾ പറയും പോലെ മറുപടി നൽകി. അയ്യോ മോനെ, അന്ന് ഡോക്ടർ വലിയ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതത്ര കാര്യമാക്കിയില്ല, അതാടാ. അവർ കാര്യം ലളിതമാക്കി പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പോഴേക്കും സൗമ്യയും വേണുവും കൂടി ആ റൂമിലേക്ക് വന്നു കയറി. വേണു ഭവാനി അമ്മയെ നോക്കി ഗൗരവത്തിൽ പറഞ്ഞു, ഭവാനി, ഞാനൊരു കാര്യം പറയാം. ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ച് കൂട്ടരുത് കേട്ടോ. നീ ആയിട്ട് ഇനി ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കരുത്. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ നീ? ഡോക്ടർ പറഞ്ഞതുപോലെ മരുന്നുകളൊക്കെ കൃത്യസമയത്ത് തന്നെ കഴിക്കണം.
ഭവാനി അമ്മ പതുക്കെ തലയാട്ടി അത് സമ്മതിച്ചു. ഡോക്ടറുടെ മുന്നറിയിപ്പും വേണുവിന്റെ വാക്കുകളും കേട്ട ബദ്രി അമ്മയെ ഇനിയൊരു കാര്യത്തിലും വിഷമിപ്പിക്കില്ലെന്നുള്ളിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. അല്പസമയത്തിന് ശേഷം ഭവാനി അമ്മ പതുക്കെ വേണുവിനെ നോക്കി ആദിയോടെ ചോദിച്ചു, വേണു, ആ പണിക്കർ വിളിച്ചിരുന്നോടാ നിന്നെ? കുട്ടികളുടെ ജാതകം നോക്കിയോന്നാവോലേ? ഭവാനിയമ്മ വീണ്ടും ജാതകത്തിന്റെ കാര്യമോർത്ത് ആകുലപ്പെടുന്നത് കണ്ട വേണു സങ്കടത്തോടെ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല ഭവാനി, വിളിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞത്. ആവശ്യമില്ലാത്ത ഓരോന്ന് ആലോചിച്ചു കൂട്ടി നീ ആയിട്ട് അസുഖങ്ങൾ വരുത്തി വെക്കരുത് എന്ന്. വേണു പതുക്കെ അവരെ ആശ്വസിപ്പിച്ചു കൊണ്ട് തുടർന്നു, നമുക്ക് വിധിച്ചതേ നടക്കൂ ഭവാനി. നീ അങ്ങനെ വിചാരിച്ചാൽ മതി. ഒരു കാര്യത്തിലും നീ അമിതമായ ആഗ്രഹങ്ങളോ പ്രതീക്ഷകളോ വെച്ചു പുലർത്തണ്ട. എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്ക്. ഇതെല്ലാം കേട്ട് തൊട്ടടുത്ത് നിന്നിരുന്ന ഭദ്രയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. അവനും ഒന്ന് ആഗ്രഹിച്ചു പോയി, ആ ജാതകങ്ങളൊന്ന് ചേരാതിരുന്നെങ്കിൽ എന്ന്. എങ്കിലും തൊട്ടുമുന്നിൽ കിടക്കുന്ന അമ്മയുടെ ആ മുഖം കണ്ടപ്പോൾ അവനിക്ക് ഏറെ വിഷമമായി. എന്തൊക്കെ വന്നാലും, സ്വന്തം ആഗ്രഹങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വന്നാലും ശരി, അമ്മയെ തനിക്കിനി വിഷമിപ്പിക്കാൻ കഴിയില്ല. അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു, ഞാൻ പോയി ഒന്ന് ഫ്രഷായിട്ട് വരാമ്മ എന്ന് പറഞ്ഞ് ഭദ്ര അമ്മയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവൻ പോയതിന് തൊട്ടു പിന്നാലെ വേണുവിൻ്റെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി. നോക്കിയപ്പോൾ ജാതകം നോക്കാൻ ഏൽപ്പിച്ച പണിക്കരായിരുന്നു. അത് വേണു ഭവാനി അമ്മ കേൾക്കാതിരിക്കാൻ വേഗം ഫോണുമായി ഉമ്മറത്തേക്ക് ഇറങ്ങിപ്പോയി. ഹലോ പണിക്കരെ, ജാതകം നോക്കിയോ? വേണു പതുക്കെ ചോദിച്ചു. ഫോണിൻ്റെ മറുതലക്കിൽ നിന്നും പണിക്കരുടെ സന്തോഷം നിറഞ്ഞ ആ ശബ്ദം കേട്ടു. ആ വേണു, ഞാൻ ജാതകം നോക്കി. ഇത്രയും കാലത്തെ എൻ്റെ അനുഭവത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ജാതകം പൊരുത്തം കാണുന്നത്. 10ൽ 10 പൊരുത്തമുണ്ട് ഇവർ തമ്മിൽ. നിങ്ങളുടെ തറവാട്ടിലേക്ക് ഏതു വിധേനയും കയറി വരാൻ സർവ്വയോഗ്യതയുമുള്ള ഒരു പെൺകുട്ടി തന്നെയാണവൾ. ഒട്ടും വൈകിക്കേണ്ട. പണിക്കർ ഫോണിലൂടെ വേണുവിനോട് തുടർന്നു. അത് മാത്രമല്ല വേണു, വരുന്ന മാസം 10നും 20നും ഇടയിലുള്ള ഏതെങ്കിലും ഒരു നല്ല ദിനത്തിൽ ഇവരുടെ മംഗല്യം നടക്കുകയാണെങ്കിൽ അത് ഈ 2 കുടുംബങ്ങൾക്കും അത്രയും കേമമായിരിക്കും. അതുകൊണ്ട് ഒട്ടും വൈകിക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഉറപ്പിച്ചോളൂ. പണിക്കരുടെ ആ വാക്കുകൾ കേട്ടതും വേണുവിൻ്റെ മുഖത്ത് വലിയൊരു ആശ്വാസവും ചിരിയും പടർന്നു. ഉമ്മറത്തു നിന്നും വേണു വലിയൊരു സന്തോഷത്തോടെ അകത്തേക്ക് കയറി വന്നു. അദ്ദേഹം ഭവാനി അമ്മയോട് പണിക്കർ ഫോണിൽ പറഞ്ഞ വിസ്മയിപ്പിക്കുന്ന ജാതക പൊരുത്തത്തെക്കുറിച്ചും വരുന്ന മാസം 10നും 20നും ഇടയിൽ താലികെട്ട് നടത്തുന്നതിൻ്റെ മംഗളമുഹൂർത്തത്തെക്കുറിച്ചും ആവേശത്തോടെ പറഞ്ഞു. അത് കേട്ടതും ഭവാനി അമ്മയുടെ കണ്ണുകൾ ആശ്വാസത്താൽ തിളങ്ങി. അവർ സന്തോഷത്തോടെ വേണുവിനോട് പറഞ്ഞു, എന്നാ പിന്നെ നീ ഒട്ടും വൈകിക്കേണ്ട വേണു. വേഗം ഭാസ്കരനെ വിളിച്ച് കാര്യങ്ങൾ പറയൂ. വേണു അതിന് സമ്മതിക്കുമ്പോഴും ഭവാനി അമ്മ പതുക്കെ വേണുവിൻ്റെ കൈകളിൽ പിടിച്ച് ഇടറിയ ശബ്ദത്തിൽ തൻ്റെ ഉള്ളിലെ വലിയൊരു ആഗ്രഹം പങ്കുവെച്ചു. വേണു, എനിക്കൊരാഗ്രഹമുണ്ട്. ഇവരുടെ താലികെട്ട് നമുക്ക് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്തിയാലോ? അത്രയും പറഞ്ഞു നിർത്തുമ്പോഴേക്കും ഭവാനി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഭൂതകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് മനസ്സ് പാഞ്ഞപ്പോൾ അവർ കണ്ണീരോടെ ചേർത്ത് പറഞ്ഞു, എൻ്റെ സതീശേട്ടൻ ഇതൊന്നും കാണാനില്ലല്ലോ എന്നോർക്കുമ്പോഴാ വേണു. അത് കേട്ട് വേണു സങ്കടത്തോടെ പറഞ്ഞു, എൻ്റെ ഭവാനി, നീ എന്തിനാ ഇങ്ങനെ വല്ലാതെ? അപ്പോഴേക്കും അടുക്കളയിൽ നിന്നും സൗമ്യ അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ ഏട്ട, നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ. നാത്തൂനെ, ഈ സമയത്ത് ഇങ്ങനെ ആവശ്യമില്ലാത്തത് ഓർത്ത് സങ്കടപ്പെടേണ്ട കേട്ടോ. വേണു ഭവാനിയുടെ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, നീ സങ്കടപ്പെടേണ്ട. വരുന്ന മാസം തന്നെ ഗുരുവായൂരിൽ വെച്ച് കല്യാണം നടത്താൻ പറ്റുമോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. വലിയ ഉറപ്പൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല, എങ്കിലും ഞാൻ എൻ്റെ പരമാവധി ശ്രമിക്കാം. അത് പറഞ്ഞ് വേണു പുറത്തേക്ക് പോയി. അപ്പോഴേക്കും മുകളിൽ നിന്നും ഫ്രഷായി ഭദ്രയും താഴേക്ക് ഇറങ്ങി വന്നു. അവനെ കണ്ടതും സൗമ്യയും ഭവാനി അമ്മയും വലിയ സന്തോഷത്തോടെ ജാതക പൊരുത്തത്തിൻ്റെ വിശേഷങ്ങളും അടുത്ത മാസം നടക്കുന്ന കല്യാണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം അവനോട് പറഞ്ഞു. അതെല്ലാം കേട്ടപ്പോഴും ഭദ്രയുടെ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളും ഒന്നും ഉണ്ടായില്ല. അവൻ തൻ്റെ വികാരങ്ങളെല്ലാം ഉള്ളിലൊതുക്കി സ്വന്തം ആഗ്രഹത്തേക്കാൾ തനിക്കിപ്പോൾ വലുത് അമ്മയുടെ സന്തോഷവും ആരോഗ്യവുമാണ്. അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്നവൻ മനസ്സിൽ ഉറപ്പിച്ചു. അല്പസമയത്തിന് ശേഷം പുറത്തേക്ക് പോയ വേണു സന്തോഷത്തോടെ അകത്തേക്ക് കയറിക്കൊണ്ട് വന്ന് പറഞ്ഞു, ഭവാനി, നിന്റെ ആഗ്രഹം പോലെ തന്നെ നമുക്ക് ഗുരുവായൂർ നടയിൽ വെച്ച് തന്നെ ഇവരുടെ താലികെട്ട് നടത്താം. അവിടെ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അന്വേഷിച്ച് ശരിയാക്കിയിട്ടുണ്ട്. അത് കേട്ടതും ഭവാനി അമ്മയുടെ മുഖത്ത് വലിയൊരു സംതൃപ്തി വിരിഞ്ഞു. വേണു തുടർന്നു, പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ. താലികെട്ടിൻ്റെ തലേ ദിവസം രാത്രി തന്നെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങേണ്ടി വരും. എങ്കിലേ പിറ്റേന്ന് രാവിലെ സന്തോഷത്തോടെ നമ്മുടെ കണ്ണനെയും തൊഴുത് താലികെട്ടും കഴിഞ്ഞിറങ്ങാൻ പറ്റൂ. രാവിലെയൊക്കെ അവിടെ നല്ല തിരക്കായിരിക്കും. സൗമ്യയും അതിനോട് യോജിച്ചു. അത് ശരിയായേട്ടാ, തലേന്ന് രാത്രി തന്നെ പോകുന്നതാണ് കൂടുതൽ നല്ലത്.
ഭവാനിയുടെ ആഗ്രഹം പോലെ ഗുരുവായൂർ നടയിൽ വെച്ച് തന്നെ മംഗല്യം ഉറപ്പായിരിക്കുകയാണ്. തീയതിയും സ്ഥലവും ഉറപ്പിച്ചതോടെ വേണു ഒട്ടും വൈകിക്കാതെ അച്ചുവിൻ്റെ അച്ഛൻ ഭാസ്കരനെ ഫോണിൽ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ജാതകത്തിലെ മികച്ച പൊരുത്തത്തെക്കുറിച്ചും അടുത്ത മാസം ഗുരുവായൂർ നടയിൽ വെച്ച് താലികെട്ട് നടത്തുന്നതിനെക്കുറിച്ചും കേട്ടപ്പോൾ ഭാസ്കരനും കുടുംബത്തിനും അളവറ്റ സന്തോഷമായി. അതിന് ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ് വേണു. ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ വെച്ച് നടക്കുന്നതിലും വലിയൊരു ഭാഗ്യം വേറെ എന്താണ്? ഭാസ്കരൻ സന്തോഷത്തോടെ മറുപടി നൽകി. ഗുരുവായൂർ നടയിൽ വെച്ചാണ് തൻ്റെ മംഗല്യം എന്ന വിവരം അമ്മ സുമതി പറഞ്ഞപ്പോൾ അച്ചുവിൻ്റെ നെഞ്ച് സന്തോഷം കൊണ്ട് വിങ്ങി. കുട്ടിക്കാലം മുതൽക്കേ ഗുരുവായൂരിൽ പോകണമെന്ന് അവളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു. എന്നാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം അതിന് സാധിച്ചിരുന്നില്ല. തൻ്റെ പുതിയ ജീവിതം ആരംഭിക്കുന്നത് തന്നെ താൻ ഏറെ പ്രിയത്തോടെ നെഞ്ചിലേറ്റുന്ന കൃഷ്ണൻ്റെ തിരുമുമ്പിൽ വെച്ചാണെന്നറിഞ്ഞപ്പോൾ അവളിൽ എന്തെന്നില്ലാത്തൊരു പരമാനന്ദം നിറഞ്ഞു. അവൾ പതുക്കെ ഓടി തൻ്റെ മുറിയിലേക്ക് ചെന്നു. അവിടെ പൂജാമുറിയിൽ ഇരുന്ന തൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണൻ്റെ വിഗ്രഹത്തിനു മുന്നിൽ കണ്ണുകൾ നിറച്ച് വിറക്കുന്ന കൈകളോടെ വന്ദിച്ചു നിൽക്കുമ്പോൾ അവളുടെ ചുണ്ടുകളിൽ വലിയൊരു പുഞ്ചിരി വിരിഞ്ഞിരുന്നു. കല്യാണത്തിൻ്റെ ദിനങ്ങൾ ഓരോന്നായി അടുക്കുംതോറും ബദ്രിക്ക് ഒരുതരം ശ്വാസമുട്ടൽ അനുഭവപ്പെടാൻ തുടങ്ങിയിരുന്നു. വീട്ടിലാകെ കല്യാണത്തിൻ്റെ ബഹളങ്ങളും ഒരുക്കങ്ങളും നിറഞ്ഞു. ബന്ധുക്കളുടെ വരവ്, വസ്ത്രം വാങ്ങൽ, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ, അങ്ങനെ തിരക്കുകൾ കൂടി കൂടി വന്നു. ഭവാനി അമ്മയോട് കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും മറ്റുള്ളവരുടെ മുന്നിലും അവനൊരു വലിയ ചിരി മുഖത്ത് വരുത്തിയിരിക്കും. അമ്മയുടെ സന്തോഷം മാത്രം കണ്ടുകൊണ്ട് തൻ്റെ ഉള്ളിൽ അമർത്തി വെച്ച വലിയൊരു ഭാരവും പേറി അവൻ ആ ദിവസങ്ങളെ തള്ളി നീക്കുകയായിരുന്നു. അമ്മയുടെ ആരോഗ്യം പൂർണ്ണമായതിലും അവരുടെ മുഖത്തെ ആ പുഞ്ചിരിയിലും ബദ്രിക്ക് സന്തോഷമുണ്ടായിരുന്നെങ്കിലും കല്യാണത്തിൻ്റെ ഓരോ ഒരുക്കങ്ങളും തൻ്റെ സ്വാതന്ത്ര്യത്തിൽ മേൽ വീഴുന്ന ഓരോ അടിയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞിരുന്നു. പുറത്തുപോയി താൻ വലിയ നേട്ടങ്ങൾ നേടിയെടുത്തെങ്കിലും തൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും തുറന്നു പറയാൻ കഴിയാത്ത ഒരു ഭീരു തന്നെയാണ് ഞാനെന്ന് സ്വന്തം മനസ്സിനെ പഴിചാരിക്കൊണ്ടിരുന്നു. എല്ലാവരും കല്യാണത്തെക്കുറിച്ച് വാത്തോരാതെ സംസാരിക്കുമ്പോൾ അവൻ മാത്രം പതുക്കെ അവിടെ നിന്നും മാറി തനിച്ചിരിക്കും. ആ തിരക്കുകൾ അവനെ ശരിക്കും ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. ഇനി അധിക ദിവസം കല്യാണത്തിനില്ല. അവൻ അജുവിനെ വിളിച്ചു. കല്യാണത്തെക്കുറിച്ച് സംസാരിക്കുകയും അവൻ ബദ്രിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു. അവൻ തലേ ദിവസം തന്നെ അങ്ങോട്ട് എത്താമെന്നും വാക്കുകൊടുത്തു. അജുവുമായുള്ള കോൾ അവസാനിപ്പിച്ച ശേഷം ബദ്രി വല്ലാത്തൊരു മരിവപ്പോടെ വാട്സപ്പ് എടുത്തു. മിയെ തൻ്റെ വിവാഹത്തിന് ക്ഷണിക്കുന്നത് പോലെ ഒരു സന്ദേശം ടൈപ്പ് ചെയ്ത് അവൾക്ക് അയച്ചു കൊടുത്തു. അപ്പുറത്ത് ബദ്രിയുടെ ആ ഒരൊറ്റ മെസ്സേജ് വായിച്ചതും മിയയുടെ ലോകം തന്നെ നിലച്ചുപോയി. ഒന്നും വിശ്വസിക്കാൻ കഴിയാതെ അവൾ തകർന്നു പോയി. കണ്ണീരിനിടയിലും മിയയുടെ ഉള്ളിൽ പകയും ദേഷ്യവും ഇരച്ചു കയറുകയായിരുന്നു. ബദ്രിയുടെ മനസ്സ് തനിക്ക് കിട്ടിയില്ലെങ്കിലും അവനെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. ബദ്രി തന്നെ വിവാഹത്തിന് ക്ഷണിച്ചിരിക്കുന്നു. മുഖത്ത് വലിയൊരു ചിരി വരുത്തിക്കൊണ്ട് സ്വയം പറഞ്ഞു, മോനെ ബദ്രി, നിന്റെ വിവാഹത്തിന് ഈ മിയയും ഉണ്ടാകും. നിന്നെ സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ലടാ. അതിനായി അവൾ പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് പോകാൻ ഒരുങ്ങി. തനിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് അജുവിൻ്റെ കൂടെ പോകുന്നതാണെന്ന് മനസ്സിലാക്കി അവൾ അജുവിനെ ഫോൺ വിളിച്ചു. അജു, നീ നാട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത്? വളരെ സാധാരണ മട്ടിൽ മിയ ചോദിച്ചു. അജു അപ്പുറത്ത് നിന്നും മറുപടി നൽകി. മിയ, താലികെട്ടിൻ്റെ തലേന്ന് അവിടെ എത്തണം. നീ ഇല്ലേ? അത് ചോദിക്കാൻ തന്നെടാ ഞാൻ നിന്നെ വിളിച്ചേ. എന്നാൽ പിന്നെ നമുക്ക് ഒപ്പം പോകാലേ? അജു പറഞ്ഞു. ഓക്കേടാ, ഞാൻ റെഡി. അവർ ഒന്നിച്ചു പോകാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. മിയ ഒരുപാട് തന്ത്രങ്ങൾ മനസ്സിൽ ഒരുക്കുകയാണ്.